ഒറാക്കിളിന്റെ ജീവനക്കാർക്ക് ഇത് പ്രതിസന്ധികളുടെ കാലമാണ്. ലോകമെമ്പാടുമായി 30,000-ഓളം ഉദ്യോഗസ്ഥരെയാണ് കമ്പനി ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. പുറത്താക്കിയവർക്ക് കമ്പനി പിരിച്ചുവിടൽ പാക്കേജായി എന്താണ് നൽകിയതെന്നറിയാമോ? US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT ഭീമൻ കമ്പനിയായ ഒറാക്കിളിൽ നടന്ന കൂട്ടപ്പിരിച്ചുവിടൽ ടെക് ലോകത്തെ ആകെ ഞെട്ടിച്ച ഒന്നാണ്. ആഗോളതലത്തിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 2000 മുതൽ 2500 വരെ പേരെ പിരിച്ചുവിട്ടെന്നായിരുന്നു കണക്കുകൾ പറഞ്ഞത്. എന്നാൽ ഈ കണക്ക് മാത്രമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു സംഖ്യയുണ്ട്. 12,000-ലധികം വരെ ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ കമ്പനിയിലെ ഏകദേശം 30,000 ജീവനക്കാരെ വെട്ടിച്ചുരുക്കൽ നടപടി ബാധിക്കുന്നുവെന്നാണ് കണക്കുകൂട്ടൽ. ഘട്ടം ഘട്ടമായി ജീവനക്കാരെ കുറയ്ക്കാനാണ് കമ്പനിയുടെ നീക്കം. ജീവനക്കാരെ വെട്ടിച്ചുരുക്കുന്നതിന്റെ രണ്ടാം ഘട്ടം അടുത്ത മാസവും തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ ഏകദേശം 12,000 ജീവനക്കാർക്കാണ് ജോലി നഷ്ടമായത്. AI ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനിയുടെ നീക്കമെന്നാണ് പറയുന്നത്. പിരിച്ചുവിടൽ ബാധിക്കുന്ന ജീവനക്കാർ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കമ്പനിയിൽ പ്രവർത്തിച്ച ഓരോ വർഷത്തിനും 15 ദിവസത്തെ ശമ്പളം, പിരിച്ചുവിടൽ തീയതി വരെയുള്ള ഒരു മാസത്തെ ശമ്പളം, ലീവ് എൻകാഷ്മെന്റ്, ഗ്രാറ്റുവിറ്റി, നോട്ടീസ് പീരീഡ് പേ, സ്വമേധയാ രാജിവെക്കുന്നവർക്ക് 2 മാസത്തെ ശമ്പളം, ടോപ്പ് അപ്പ് എന്നിവയും വാഗ്ദാനം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ 20 വർഷമായി കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ വരെ പിരിച്ചുവിടുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ഒറാക്കിളിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കൻ ടെക്നോളജി കമ്പനിയായ ഒറാക്കിളിന്റെ ഈ തീരുമാനം വലിയ പ്രതിസന്ധി കാലമാണ് ജീവനക്കാർക്ക് വരുത്തിവെച്ചിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിലാണ് ഇത്രയധികം പേർക്ക് ജോലി നഷ്ടമായിരിക്കുന്നത്. ഒറാക്കിളിന്റെ എഞ്ചിനീയറിംഗ് മുതൽ താഴെത്തട്ടിലുള്ളവരുടെ വരെ ജോലി നഷ്ടമായെന്നാണ് പറയുന്നത്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പുറത്താക്കിയവർക്ക് കമ്പനി പിരിച്ചുവിടൽ പാക്കേജായി എന്താണ് നൽകിയതെന്ന ആകാംക്ഷയും ബാക്കിയാവുകയാണ്. ഒറാക്കിൾ പാക്കേജ് എല്ലാ രാജ്യത്തും വ്യത്യസ്തമായിരിക്കാം. ഓരോ ജീവനക്കാരും തങ്ങളുടെ സർവീസിനും ജോലി ചെയ്യുന്ന വിഭാഗത്തിനും അനുസരിച്ച് അത് വ്യത്യസ്തമാണ്. കൂടാതെ ഇത് എല്ലാവർക്കും ബാധകമാകണമെന്നുമില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 15 ദിവസത്തെ ബേസിക് സാലറിയും എടുക്കാത്ത ലീവുകൾക്കുള്ള തുകയും ലഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കമ്പനിയിൽ ജോലിയെടുത്ത ഓരോ വർഷത്തിനും 15 ദിവസം അധികം തുകയും ലഭിച്ചിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എക്സ്ട്രാ ശമ്പളവും ലഭിക്കും. അതിനു പുറമെ ഇൻഷുറൻസായി 20,000 രൂപയും ഒറാക്കിൾ നൽകിയെന്നും പറയുന്നുണ്ട്. ഇത് ശരിയാണെങ്കിൽ പലതരത്തിലുള്ള പരിഗണനകൾ നൽകിയാണ് ജോലിക്കാരെ കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ പിരിച്ചുവിട്ട ജോലിക്കാർക്ക് ഏകദേശം 3.5 മാസത്തെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. ഇത് സീനിയോറിറ്റി, ഓരോ തസ്തിക, ഏത് നഗരത്തിൽ ജോലി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് തുകയിൽ വ്യത്യാസവും വരാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.